ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മളുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലായാലും ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറക്കും, അല്ലെങ്കിൽ തുറക്കണം. എന്നാലും നമുക്ക് കാര്യങ്ങൾ പിന്നെ നിർവഹിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. ഇപ്പൊ നടക്കുന്ന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും വളരെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാഴ്ചയാണ്. അതായത് പെട്രോളിയം, അതുപോലെ തന്നെ ഗ്യാസ്, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട എനർജി എല്ലാ രാജ്യങ്ങളെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത് മിഡിൽ ഈസ്റ്റ് അതിന്റെ ഏറ്റവും വലിയൊരു സപ്ലയർ അല്ലെങ്കിൽ എക്സ്പോർട്ടർ റീജിയൻ ആയതുകൊണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളും, ലോകത്തിലുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളും ഈ പറഞ്ഞ റീജിയനെ വളരെയധികം വ്യാപകമായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ ഗണ്യമായ തോതിൽ ആശ്രയിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരുടെ എണ്ണ ഉപഭോഗത്തിന് വേണ്ടി ഈ പറഞ്ഞ രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ സൗദി ഉൾപ്പെടെയുള്ള, സൗദി മുതലായിട്ടുള്ള രാജ്യങ്ങളെല്ലാം തന്നെ, നമ്മൾ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ, ഏഷ്യയിലെ രാജ്യങ്ങൾ മാത്രമല്ല, യൂറോപ്പിലെയും അല്ലെങ്കിൽ മറ്റ് ഭൂപ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ, രാജ്യങ്ങളെല്ലാം തന്നെ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് റീജിയനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു ലോകത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇവിടെ നടക്കുന്ന യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ക്രൈസിസ് എന്ന് പറയുന്ന വളരെ പ്രതിസന്ധി ഉളവാക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ രാജ്യത്തിനും വളരെയധികം ആശങ്കകൾ നൽകുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസരത്തിൽ ഇപ്പോൾ നമുക്ക് ഈ യുദ്ധം തുടർന്നുകൊണ്ട് പോകുന്നത് കൊണ്ടും അതിനെ ഒരു വിരാമം അല്ലെങ്കിൽ ഒരു സീസ് ഫയർ അല്ലെങ്കിൽ വെടിനിർത്തൽ ഇതുവരെ ഇരു പക്ഷത്തു നിന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെല്ലാം ഇതിന് ബദലായിട്ടുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകൾ അന്വേഷിച്ചു പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. താൽക്കാലികമായിട്ടാണെങ്കിൽ തന്നെയും, താൽക്കാലികമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇനിയും ഈ പ്രദേശങ്ങളിൽ യുദ്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ന് ഇറാൻ ആയിരിക്കും, നാളെ ഏത് രാജ്യവും, ഇസ്രായേൽ ഏത് രാജ്യവുമായിട്ടായിരിക്കും യുദ്ധം ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ഇറാൻ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് പക്ഷേ മറ്റേതെങ്കിലും രാജ്യമായിട്ടായിരിക്കും. അതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ മിഡിൽ ഈസ്റ്റിൽ യുദ്ധത്തിന് യാതൊരു ക്ഷാമവും ഉണ്ടാകത്തില്ല. യുദ്ധം ഇനിയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും മറ്റ് സ്രോതസ്സുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഈ പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഗൾഫിൽ നിന്ന് ഇപ്പോൾ ഓയിലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഗ്യാസും ഒക്കെ ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇന്ത്യ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. കാരണം 40-ൽ പരം രാജ്യങ്ങളുമായിട്ട് ഇന്ത്യ ഈ ഓയിലിന്റെ, എനർജിയുടെ ഇമ്പോർട്ടിന് വേണ്ടി നമ്മൾ കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതല്ലാതെ ലാറ്റിൻ അമേരിക്കയിലെയും ആഫ്രിക്കയിലെയും ഒക്കെ തന്നെ പല രാജ്യങ്ങളുമായിട്ടും നമ്മൾ ഓയിൽ ചെറിയ തോതിലാണെങ്കിൽ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഈ ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യം വെനിസ്വേലയാണ്. അതിപ്പോൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ്. അമേരിക്ക പറയുന്ന പോലെ തന്നെ അവിടുത്തെ എനർജി പുറത്തോട്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. അല്ലാതെ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ തന്നെ ഓയിലിന്റെ റിസർവ് ഉള്ള രാജ്യങ്ങളുണ്ട്. അവിടെ ഓയിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അവരെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. ആഫ്രിക്കയിൽ നമുക്കറിയാം, ആഫ്രിക്കയിൽ ഈ പറഞ്ഞ ഓയിലിന്റെ മാത്രമല്ല മറ്റെല്ലാ റിസോഴ്സിന്റെയും ഭയങ്കരമായിട്ടുള്ള, എന്താ പറയുന്നത്, നിക്ഷേപമുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ കാര്യമായിട്ടുള്ള രീതിയിൽ ഈ എക്സ്പ്ലോറേഷൻസും അല്ലെങ്കിൽ ഈ ഓയിൽ പ്രൊഡക്ഷൻ ഒന്നും ഇതുവരെ ഇപ്പൊ മിഡിൽ ഈസ്റ്റിൽ കാണുന്ന പോലെ മറ്റ്, അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പൊ റഷ്യയിലുള്ളതുപോലെ ഈ ഓയിലിന്റെ വ്യാപകമായിട്ടുള്ള എക്സ്പ്ലോറേഷൻ ഒന്നും ഈ പറഞ്ഞ ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ ഇല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഇപ്പോൾ നമുക്ക് ഈ യുദ്ധം നൽകുന്നൊരു സാഹചര്യം, നിലനിന്നിരുന്ന ആഗോള സമവാക്യങ്ങളെല്ലാം ആ, മാറ്റിമറിക്കപ്പെടുകയാണ്. അത് ലോകത്തിന്റെ, നമുക്കറിയാം, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ അബുദാബിയും ദുബായിക്കും ഒക്കെ ഉള്ള ഇമ്പോർട്ടൻസ് ലോകത്തിന്റെ ബിസിനസ് ഹബ്ബായിട്ടും ഫിനാൻഷ്യൽ ഹബ്ബായിട്ടും അല്ലെങ്കിൽ ട്രേഡിംഗ് ഹബ്ബായിട്ടും ഒക്കെ തന്നെ നിലനിന്നിരുന്ന ഈ പറഞ്ഞ ദുബായും അബുദാബിയും ഒക്കെ തന്നെ ഇപ്പോൾ യുദ്ധത്തിന്റെ ഒരു ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളായതുകൊണ്ട് നിക്ഷേപകർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമെന്നുള്ള ആ ഒരു ഇമേജ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ഒരു താൽക്കാലികമാണെങ്കിൽ തന്നെയും ഒരു പക്ഷേ ആ ഒരു ഇമേജിനെ മങ്ങലേറ്റിരിക്കുകയാണ്. അതുകൊണ്ട് മിഡിൽ ഈസ്റ്റിനെ മാത്രം ഓയിലിന് വേണ്ടി ആശ്രയിക്കുന്നത് ഇനിയും നമുക്ക് ഭാവിയിൽ തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ചിന്ത പല രാജ്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും
യുദ്ധം ഇതോടുകൂടി അവസാനിക്കുകയോ അവിടെ പൂർണ്ണമായിട്ടും സമാധാനത്തിൽ ഉള്ളൊരു സാഹചര്യം നിലനിൽക്കുമെന്നുള്ള പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഒരുപക്ഷെ ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ തന്നെ ഇനിയും ഒരുപക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം മറ്റേതെങ്കിലും തരത്തിലുള്ള ഇതുപോലുള്ള ഒരു ലോങ് ടൈം കോൺഫ്ലിക്റ്റ് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. കാരണം മിഡിൽ ഈസ്റ്റ് ആണ്, അവിടെ തീർച്ചയായിട്ടും ഒരു വാർ സോൺ ആണ്, കോൺഫ്ലിക്റ്റ് ഏരിയ ആണ്. അതുകൊണ്ട് ഇസ്രായേൽ അവിടെ ഇപ്പോഴും ഉണ്ട്, ഇസ്രായേൽ ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും യുദ്ധം നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും യുദ്ധം പ്രതീക്ഷിക്കാം എന്നുള്ളത് കൊണ്ട് യുദ്ധത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് അവിടുന്ന് എണ്ണ കിട്ടാനുള്ള സാഹചര്യത്തിൽ പ്രതിസന്ധി ഉണ്ടാവുകയും അത് രാജ്യത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും മറ്റ് ഇടങ്ങൾ തേടി പോവുക എന്നുള്ളതാണ് നമ്മളെപ്പോൾ രാജ്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അതിനെതിരെ ഇപ്പോൾ നമുക്ക് നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയുന്നത് മിഡിൽ ഈസ്റ്റിന് പുറത്തുള്ള ആഫ്രിക്ക മുതലായിട്ടുള്ള ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളെ നമുക്ക് ആശ്രയിക്കുക എന്നുള്ളതാണ്. അവിടുത്തെ ഓയിലിനെ നമുക്ക് തീർച്ചയായിട്ടും ഇമ്പോർട്ട് ചെയ്ത് ഈ പറഞ്ഞ സ്ട്രേറ്റ് ഓഫ് ഹോർമോസിന്റെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് അതുപോലെ റെഡ് സീ ചെങ്കടലിലെ പ്രശ്നങ്ങൾ ഒക്കെ നമുക്ക് തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഒട്ടുമിക്ക രാജ്യങ്ങൾക്കും അത് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആഫ്രിക്കയിലേക്കാണ് എല്ലാ രാജ്യങ്ങളുടെയും കണ്ണ് അല്ലെങ്കിൽ ലക്ഷ്യം ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം റഷ്യക്ക് മേൽ ഉപരോധം ഉണ്ടായിരുന്നു. അപ്പം റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ ഫലമായിട്ടല്ല, യുക്രൈനെ കൊണ്ട് റഷ്യ ആക്രമിപ്പിച്ചിട്ട് റഷ്യ തിരിച്ച് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ റഷ്യക്കെതിരെ അമേരിക്കയും അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് അതിന്റെ സത്യം. എന്നുവെച്ചാൽ ഉപരോധം ഏർപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് യുദ്ധത്തിലേക്ക് റഷ്യയെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നതാണ് നമുക്ക് അതിന്റെ ഒരു വശം എന്ന് പറഞ്ഞത്. ഇപ്പൊ ഈ ഗൾഫ് ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയതിന് ശേഷം ട്രംപ് അല്പം ഇളവ് കാണിച്ചു റഷ്യയോട്. കാരണം ഏർപ്പെടുത്തുന്ന സാങ്ഷന് ചില ഒരു എന്താ പറയുന്നത് വേവ് ഓഫ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പുട്ടിന് റഷ്യയുടെ ഓയില് ആഗോള വിപണിയിൽ ഫ്രീ ആയിട്ട് വിൽക്കാൻ, ഫ്രീ മീൻസ് തടസ്സങ്ങളൊന്നും ഇല്ലാതെ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉയർന്ന വിലയിൽ ഇപ്പോൾ റഷ്യക്ക് അവരുടെ എണ്ണ വിൽക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ ഈ വറ്റി വരണ്ടുകൊണ്ടിരുന്ന ട്രഷറിയിലേക്ക് പൈസ കിട്ടാൻ തുടങ്ങി. അപ്പം കൂടുതൽ ശക്തമായിട്ട് യുക്രൈനെതിരെ യുദ്ധം ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടെ ഇപ്പൊ ട്രംപ് റഷ്യക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ യുക്രൈൻ യുദ്ധത്തിലൂടെ നമുക്കറിയാം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഖജനാവ് കാലിയാകും, പൈസയ്ക്ക് ഷോർട്ടേജ് ഉണ്ടാകും, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ രാജ്യം നേരിടേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു അവസരത്തിൽ റഷ്യയും പുടിനും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു എന്താ പറയുന്നത് ഉർവശി ശാപ ഉപകാരം എന്ന രീതിയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം റഷ്യക്ക് കൂടുതൽ സഹായകരമാകുന്നത്. അതായത് ഉയർന്ന വിലയിൽ ഇപ്പം പുട്ടിന് റഷ്യക്ക് അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിറ്റ് കാശ് വരുന്ന ഒരു സാഹചര്യം ഇപ്പം റഷ്യ അല്ലെങ്കിൽ റഷ്യക്ക് ഇപ്പം സഹായകരമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി കാരണം ഇപ്പോൾ പല രാജ്യങ്ങളും ആഫ്രിക്കയിലേക്ക് ഉള്ള അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന അവസരം മുതലെടുക്കാൻ വേണ്ടി അവരിപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഇപ്പം ഗൾഫ് യുദ്ധത്തില് ഈ പറഞ്ഞ ആരും അതായത് നമുക്കറിയാം ഇപ്പോൾ ഒരിടത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഈ അതായത് ഈ ഒരിടത്തൊരു ഒരു റീജിയനിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവര് ഒരു രാജ്യം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം രാജ്യങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ മറ്റു ചില രാജ്യങ്ങൾ അതിന്റെ ഗുണഭോക്താക്കളെ ഇപ്പോൾ യുദ്ധത്തിന്റെ ദൂഷ്യഫലങ്ങൾ ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളും അവരെ എനർജിക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള രാജ്യങ്ങൾ ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ നമ്മൾ നേരിടുന്നുണ്ട്. പക്ഷേ ഒരു ഗുണത്തിന് അല്ലെങ്കിൽ ഒരു ദോഷത്തിന് ഒരു ഗുണം എന്ന് പറയുന്ന പോലെ തന്നെ അതിന്റെ ഗുണഭോക്താക്കളായിട്ട് മാറുന്നത് മറ്റ് പലരും ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് പലരും ആണ്. അതാണ് ഇപ്പൊ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ചില രാജ്യങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ലോട്ടറി അടിക്കുന്ന ഒരു അവസ്ഥ എടുക്കുന്നത്. അതായത് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ, അതുപോലെ തന്നെ പ്രകൃതിവാതകം, നാച്ചുറൽ ഗ്യാസ്, ഇതിന്റെയൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു വരവ് ഇപ്പൊ ഇല്ലാത്തത് കൊണ്ട് അതിനെ മറികടക്കാൻ യൂറോപ്പിലുള്ള രാജ്യങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള ഏഷ്യയിലെ രാജ്യങ്ങളും ഒക്കെ തന്നെ ആഫ്രിക്കയിലേക്കാണ് ഇപ്പോൾ നോക്കുന്നത്. അതായത് ഹോർമൂസ് ഇറാന്റെ കൺട്രോളിലായതുകൊണ്ട് അതുവഴി കപ്പലുകളൊന്നും കടത്തിവിടുന്നുണ്ട്. അതുപോലെ റെഡ് സീലും ഹൂത്തീസിന്റെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളുള്ള ആ എനർജി റൂട്ട് അല്ലെങ്കിൽ ആ സീ റൂട്ടും ഒക്കെ തന്നെ വളരെ പ്രശ്നങ്ങൾ നേരിടുന്നതാണ്. അപ്പൊ ഇവിടൊക്കെ സംഘർഷ മേഖലയായിട്ട് നിലനിൽക്കുന്നുണ്ട്.
അപ്പൊ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ പറഞ്ഞ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും അവിടെയുള്ള രാജ്യങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഈ പറഞ്ഞ എന്താണ് പറഞ്ഞത് ഓയിൽ എനർജി എത്തിക്കാമെന്നതാണ് ആഫ്രിക്കയുടെ ഒരു പ്ലസ് പോയിന്റ്. അതിപ്പോഴാണ് ആഫ്രിക്കയെ തീർച്ചയായിട്ടും ആം, ഇതുപോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ആഫ്രിക്ക ശ്രദ്ധിക്കപ്പെടുന്നത്. കാരണം ഇത്രയും നാളും ആഫ്രിക്കയെ ആഫ്രിക്കയിൽ ഓയിലുണ്ട്, അല്ലെങ്കിൽ ഓയിൽ എക്സ്പ്ലോറേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ വ്യാപകമായിട്ടും അല്ലെങ്കിൽ ഗണ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ അത്രയ്ക്ക് ഇതുവരെ മറ്റു രാജ്യങ്ങളൊന്നും തന്നെ, അതായത് ഇൻവെസ്റ്റ് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഈ ഗുണഭോക്താക്കളല്ല, കൺസ്യൂം ചെയ്ത് ഇത് മേടിക്കുന്ന ഓയിൽ മേടിക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള ഇപ്പൊ ഇന്ത്യയൊക്കെ പല രാജ്യങ്ങളിൽ നിന്നും മേടിക്കുന്നുണ്ട്. പക്ഷേ ഈ നൈജീരിയ, അങ്കോള അതുപോലുള്ള രാജ്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ്. അതുകൊണ്ട് ഇനിയും നമുക്ക് തീർച്ചയായിട്ടും ആഫ്രിക്കയിലെയും പ്രശ്നം അവിടെയും നമ്മൾ, ഞാൻ നേരത്തെ ഒരു വീഡിയോക്കകത്തിൽ പറഞ്ഞു, ആഫ്രിക്കയിലും ഈ പറഞ്ഞ ഈ പല രാജ്യങ്ങളും തമ്മിൽ പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റുകളും സിവിൽ വാറുകളൊക്കെ വളരെ രൂക്ഷമായിട്ട് നിലനിൽക്കുന്ന രാജ്യമാണ്. അവിടെ ഈ സായിപ്പുമാർ വെള്ളക്കാരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വലിയൊരു ഇടമാണ്. അതായത് ഫ്രാൻസും ജർമ്മനിയും ബെൽജിയവും ആം, പിന്നെ ബ്രിട്ടനും അമേരിക്കയും റഷ്യയും ചൈനയും ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ, ടർക്കിയും UAEയും സൗദിയും ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അവിടെ പോയി ഈ എന്താണ് പറയുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇടമാണ്. അപ്പൊ അവിടെ പല രാജ്യങ്ങളും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള വടംവലികൾ നിലനിൽപ്പുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഫലമായിട്ടാണ് അവിടെ തീർച്ചയായിട്ടും ഇത്രയും വളരെ ഗണ്യമായ തോതിൽ പല വിഭവങ്ങൾ ഉണ്ടായിട്ടും റിസോഴ്സുകൾ ഉണ്ടായിട്ടും ഓയിലും അതുപോലൊക്കെ തന്നെ ഉണ്ടായിട്ടും അതിനെയൊന്നും കൃത്യമായിട്ട് വാണിജ്യവൽക്കരിക്കാൻ കഴിയാത്തതിന്റെ പ്രശ്നം ഈ പറഞ്ഞ ഈ പ്രശ്നരൂക്ഷിതമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ഈ പ്രശ്നം രൂക്ഷമാക്കുന്ന ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെയാണ്. കാരണം അവരുടെ ജിയോ പൊളിറ്റിക്കൽ പിന്നെ എന്താണ് പറയുന്നത് ടർഫ് വാർ നടക്കുന്ന ഇടമാണ് ഈ പറഞ്ഞ ആഫ്രിക്കൻ കോണ്ടിനെന്റ് അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം. പല രാജ്യങ്ങൾ തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. രാജ്യത്ത് തന്നെ സിവിൽ വാറുകൾ നടക്കുന്നുണ്ട്. ഇപ്പൊ സൊമാലിയ, സുഡാൻ, നൈജീരിയ ഉള്ള സ്ഥലങ്ങളെല്ലാം തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നേരിടുന്ന പ്രദേശമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെയൊക്കെ ഈ വിഭവങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മിഡിൽ ഈസ്റ്റ്, സൗദി അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ വളരെ സ്റ്റേബിൾ ആയതുകൊണ്ടാണ് അവിടത്തൊക്കെ ഓയിൽ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഓയിൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നു. അതേസമയം ഇപ്പം ഇറാഖ് പോലുള്ള സ്ഥലം, സിറിയ പോലുള്ള സ്ഥലം, ലിബിയ, ലെബനൻ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ, യമൻ ഇതുപോലുള്ള സ്ഥലങ്ങളാണെങ്കിൽ എന്നും എപ്പോഴും യുദ്ധം നിലനിൽക്കുന്നുണ്ട്. അവിടെ ഈ പറഞ്ഞ രീതിയിലുള്ള എന്താണ് പറയുന്നത് വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ റിസോഴ്സുകൾ, ഓയിൽ ആയാലും ഗ്യാസ് ആയാലും ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് അതിനെ വാണിജ്യം നടത്തണമെങ്കിൽ തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വേണം, റീജിയണൽ സ്റ്റെബിലിറ്റി വേണം. ഒരു രാജ്യത്തിനകത്തും വേണം, അതിന്റെ അയൽവക്കത്തൊക്കെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഇപ്പൊ ചൈനയെ സംബന്ധിച്ച് നമുക്കറിയാം, ചൈന നമ്മൾ കാണുന്ന സമയം മുതൽ ഇന്നുവരെ ചൈനയ്ക്ക് ആഭ്യന്തരമായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ കാണുന്നതിനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ കാണുന്നുള്ള തീവ്രവാദങ്ങളോ അല്ലെങ്കിൽ മാവോയിസമോ അല്ലെങ്കിൽ ഖാലിസ്ഥാന്റെ പ്രശ്നമോ തമിഴ് LTTയുടെ പ്രശ്നമോ മറ്റ് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന ശിഥിലമാക്കുന്ന രീതിയിലുള്ള സമരങ്ങളോ ബഹളങ്ങളോ ഈ അപക്വമായിട്ടുള്ള രാഷ്ട്രീയങ്ങളോ ഒന്നും തന്നെ ചൈനയിലില്ല. അതുകൊണ്ടാണ് ചൈനയ്ക്കും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് കൂടുതൽ പ്രോഗ്രസ് ചെയ്യാനും മെച്ചപ്പെടുത്താനും ഒക്കെ മെച്ചപ്പെട്ട രീതിയിൽ അവർക്ക് വളരാനും ഒക്കെ സാധിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, പാകിസ്ഥാന്, ബംഗ്ലാദേശ് അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ സാമ്പത്തിക വളർച്ച ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ ഇന്ത്യനിലായിട്ട് നിലനിൽക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയും കെയോസ്, ഡിസോർഡർ, ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ. അപ്പൊ യുദ്ധം നടക്കുന്ന, സിവിൽ വാറുകൾ നടക്കുന്ന നമ്മൾ ഈ പറയുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ റീജിയണൽ സ്റ്റെബിലിറ്റിയും ഒക്കെ തന്നെ വലിയ പ്രശ്നമായതുകൊണ്ട് ഈ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് റിസോഴ്സ്, ഓയിലിന്റെയോ അല്ലെങ്കിൽ ഗ്യാസിന്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള പിന്നെ പ്രധാനപ്പെട്ട ഈ റിസോഴ്സുകളൊക്കെ തന്നെ ഉള്ള രാജ്യങ്ങളോ പ്രദേശങ്ങളോ ആണെങ്കിൽ തന്നെ അതിനെയൊന്നും കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് വാണിജ്യവൽക്കരണം നടത്താൻ സാധിക്കത്തില്ല. അപ്പൊ ആഫ്രിക്കയിൽ അങ്ങനെയുള്ള പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇനിയും ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും ആഫ്രിക്കയെ ആശ്രയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം സംഘർഷം ഈ പറഞ്ഞ ഗൾഫിലെ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ തുടർന്ന് മുമ്പോട്ട് പോവുകയും ആഫ്രിക്ക എണ്ണ വിതരണത്തിൽ പ്രത്യേകിച്ച് ഈ ഓയിൽ പെട്രോൾ ഇതിന്റെ കാര്യത്തിൽ മുന്നോട്ട് വരികയും ചെയ്താൽ ഇപ്പോൾ കാണുന്ന അവസ്ഥ മാറി തീർച്ചയായിട്ടും വളരെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ശക്തിയായിട്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡം മാറും. ഡാർക്ക് കോണ്ടിനെന്റ് എന്നാണല്ലോ ആഫ്രിക്ക വിളിക്കുന്നത്, ഇരുണ്ട ഭൂഖണ്ഡം ഉണ്ടാവും.
അപ്പോൾ അവിടെ ഇഷ്ടം പോലെ റിസോഴ്സുകളുള്ള സ്ഥലമാണ്, ഇഷ്ടം പോലെ. അതെല്ലാം യൂറോപ്യന്മാരെ ചുടുവിലയ്ക്ക് അടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അവിടെ സിവിൽ വാറും അതുപോലുള്ള കോൺഫ്ലിക്റ്റുകളും എല്ലാം സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ചൈനയുടെയൊക്കെ പ്രസൻസ് വളരെയധികം ഉണ്ട് എല്ലാ രാജ്യങ്ങളിലും. ഒട്ടുമിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചൈനയുടെ പ്രസൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ടർഫാണ് ശരിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ ആഫ്രിക്കയെ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും എന്നുള്ളത് ഒരുപക്ഷെ ഇപ്പൊ ലോകരാഷ്ട്രങ്ങളിൽ ഒരു സമവായം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പ്രദേശത്തെ സ്റ്റെബിലൈസ് ചെയ്യുക, പൊളിറ്റിക്കലി സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നൈജീരിയ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ്. ലിബിയ, അങ്കോള, ഗബോൺ, നമീബിയ, ടാൻസാനിയ, അൾജീരിയ, ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെയാണ് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പ്രധാന എണ്ണ നിക്ഷേപങ്ങളുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ യൂറോപ്പിലേക്കും ഇവിടുന്നൊക്കെ വളരെ സുരക്ഷിതമായിട്ട് എണ്ണ എത്തിക്കാൻ സാധിക്കും. കുറഞ്ഞ ഇൻഷുറൻസ് പ്രീമിയവും അതുപോലെ തന്നെ ആഫ്രിക്കൻ റൂട്ടിന്റെ ഒരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞത്. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാവിയിൽ ഇനി ഈ പറഞ്ഞ യൂറോപ്പിൽ നിന്നുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആഫ്രിക്കയിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഓയിൽ എക്സ്പ്ലോറേഷൻ നടത്താനും ആഫ്രിക്കയിൽ നിന്നും യൂറോപ്പിലേക്ക് എത്തുന്ന ഇതിൽ ഒരുപക്ഷെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഓയിൽ പൈപ്പ് ലൈൻ ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളികൾ നേരിടുന്നൊരു മേഖലയാണ് പ്രകൃതിവാതകത്തിന്റെ. അപ്പൊ ആഫ്രിക്കയിൽ പ്രകൃതിവാതക നിക്ഷേപം ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ ഈ എക്സ്പ്ലോർ ചെയ്തത് കൊണ്ടുവരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതിനായി ഇൻവെസ്റ്റ്മെന്റ് വേണം. ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം, റീജിയണൽ സ്റ്റെബിലിറ്റി ഉണ്ടാകണം. അപ്പൊ ഇപ്പോഴവരുടെ പ്രകൃതിവാതക കയറ്റുമതി പ്രതിവർഷം 80 മില്യൺ ടണ്ണാണ്. 2040 ആകുമ്പോഴത്തേക്ക് ഇത് 175 മില്യൺ ടണ്ണായി ഉയരുന്ന കണക്കുകൾ പറയുന്നുണ്ട്. ഈ നേട്ടം കൈവരിക്കാനായ ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രകൃതിവാതക വിതരണക്കാരായിട്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് മാറുവാൻ സാധിക്കും. പക്ഷേ അതിന് അങ്ങനെ മാറണമെങ്കിൽ ഇപ്പൊ അവിടെ ഈ പറഞ്ഞ ഈ കയറി പ്രശ്നം ഉണ്ടാക്കുന്ന രാജ്യങ്ങളൊക്കെ തന്നെ വിചാരിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ പറഞ്ഞ ഓരോ യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ തന്നെ പ്രോക്സികളാണ് അവിടെ ഭരണത്തിലിരിക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നതും അടി കൂടുന്നതൊക്കെ തന്നെ. അപ്പൊ അതുകൊണ്ട് ആഫ്രിക്ക ഒരു പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനായിട്ട് മാറുക അല്ലെങ്കിൽ മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറുക എന്നുള്ളത് ലോകരാജ്യങ്ങളുടെ ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ യൂറോപ്പിൽ നിന്നുള്ള പല കമ്പനികളൊക്കെ തന്നെ ആഫ്രിക്കയിൽ എണ്ണ ഉൽപാദനത്തിന് വേണ്ടി അവരുടെ ശ്രദ്ധ അവര് ചെലുത്തുന്നുണ്ട്. ഫ്രാൻസിന്റെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ടോട്ടൽ എനർജീസ് കഴിഞ്ഞ വർഷം അവർ മൊസാംബിക്കിൽ $20 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് LNG പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറഞ്ഞ സുരക്ഷാ ഭീഷണികളെ തുടർന്ന് 5 വർഷത്തോളം അത് തടസ്സപ്പെട്ടു കിടന്നു. അതിനുശേഷം വീണ്ടും ഈ പദ്ധതിയുടെ വേഗത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2029 ഇവിടെ ഉൽപ്പാദനം ആരംഭിക്കാൻ സാധിക്കും. അപ്പൊ അവിടെ എല്ലാം ഈ പറഞ്ഞ പ്രശ്നങ്ങളുള്ള ഏരിയസ് ആണ്. സിവിൽ വാറുകൾ, മറ്റു രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി ഒക്കെ തന്നെ ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുവരെ നമുക്കത് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമായിട്ട് നമുക്ക് ആഫ്രിക്കയെ കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ റിസോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കും. ഈ ട്രാൻസ് സഹാറൻ ഗ്യാസ് പൈപ്പ് ലൈൻ പദ്ധതിയെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2000-ന്റെ തുടക്കത്തിൽ മുതൽ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് സഹാറ മരുഭൂമിയിലൂടെ യൂറോപ്പിലേക്ക് ഗ്യാസ് എത്തിക്കാനുള്ള പരിപാടിയാണ്. ഏകദേശം 4200 കിലോമീറ്ററോളം ദൂരം വരുന്നതാണ് ഈ പൈപ്പ് ലൈൻ പദ്ധതി. നൈജീരിയ, നൈജർ, അൾജീരിയ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ കൂടെ ആകും പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. പക്ഷേ പൈപ്പ് ലൈൻ കടന്നു പോകണമെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ടാകണം, സുസ്ഥിരത ഉണ്ടാകണം, ഭരണത്തിന്റെ സുസ്ഥിരത ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അപ്പൊ നമുക്കറിയാം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെ സ്റ്റെബിലൈസ് ആയാൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാണ് പല പൈപ്പ് ലൈൻ പദ്ധതികളിലും. അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, റീജിയണൽ സ്റ്റെബിലിറ്റി ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ 4200 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള അല്ലെങ്കിൽ വലിയൊരു പദ്ധതിയാണെന്ന് തോന്നുന്നത്. എന്നുവെച്ചാൽ ആഫ്രിക്കയിൽ നിന്ന് യൂറോപ്പിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ് സഹാറ മരുഭൂമി വഴി. അൾജീരിയയിൽ നിന്ന് വിവിധ മാർഗങ്ങളിലൂടെ ഗ്യാസ് യൂറോപ്പിലേക്ക് എത്തിക്കും. തുടക്കം മുതൽ പദ്ധതി മെല്ലപ്പോക്കിലാണ്. മെല്ലപ്പോക്കിന്റെ കാരണം ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. രാജ്യങ്ങൾ പരസ്പരമുള്ള പ്രശ്നങ്ങളും രാജ്യത്തിനകത്തുള്ള പ്രശ്നമൊക്കെ തന്നെ. അവിടെ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലും ഈ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും സെൻട്രൽ ഏഷ്യയിലും കാണുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് അവിടെയുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും അവിടെ പൈപ്പ് ലൈൻ ഏതെങ്കിലും രാജ്യത്ത് തുടങ്ങുന്നത്. അപ്പം അതിനെ കൂട്ടാൻ വേണ്ടി മറ്റൊരു രാജ്യം അവിടെ പ്രോക്സീസിനെ ഉപയോഗിച്ചിട്ട് സിവിൽ വാർ ഉണ്ടാക്കും. ആ പ്രോജക്റ്റ് അവിടെ കുളമാകും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലും
രൂക്ഷമായിട്ടുള്ള സിവിൽ വാറും ആഭ്യന്തര കലഹവും യുദ്ധവും ഒക്കെ തന്നെ ആയിരിക്കും. രാജ്യത്തെയൊക്കെ തന്നെ വെട്ടിമുറിക്കുകയോ ഒക്കെ തന്നെ ചെയ്യും. അവിടെ ഈ പറഞ്ഞ ഭയങ്കര രൂക്ഷമായിട്ടുള്ള ടർഫ് വാർ നടക്കുന്ന ഒരു ഏരിയയാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. 2009 ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിൽ, മൂന്ന് രാജ്യങ്ങൾ ഈ പൈപ്പ് ലൈനിന്റെ പദ്ധതി ഒപ്പിട്ടത്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ, രാഷ്ട്രീയ കാരണങ്ങൾ പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കും പൊതുവെ, അത് മെല്ലപ്പോക്കിലേക്ക് മാറി. അത് ഇതുവരെ യാഥാർത്ഥ്യമായില്ല എന്നാണ് പറയുന്നത്. ഇപ്പം വീണ്ടും അത് പൊടിതട്ടിയെടുത്ത് ഈ പറഞ്ഞൊരു പദ്ധതി ആവിഷ്കരിക്കാനുള്ള, അല്ലെങ്കിൽ അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പരിപാടികളാണ്. റഷ്യയും യുക്രൈൻ തമ്മിൽ യുദ്ധം ആരംഭിച്ച ശേഷം യൂറോപ്പിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം യൂറോപ്പ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചുകൊണ്ടിരുന്ന റഷ്യയിൽ നിന്നുള്ള ഗ്യാസിനെയാണ്, അതുപോലെ തന്നെ എനർജിയെ. അപ്പൊ അത് യൂറോപ്പ് അമേരിക്ക യൂറോപ്പിന് പണി കൊടുത്തപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും യൂറോപ്പ് അതിനെക്കുറിച്ച് മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പറഞ്ഞ പദ്ധതി വീണ്ടും പൊടി തട്ടിയെടുക്കുന്നത്. അപ്പൊ അതിനെ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങൾ നടത്താൻ പോവുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ നമുക്കറിയില്ല എത്രത്തോളം അത് സക്സസ്ഫുൾ ആകും എന്നുള്ളത്. അവിടുത്തെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ സിവിൽ വാർ നടക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ സിവിൽ വാർ നിലനിൽക്കുന്ന രാജ്യങ്ങളൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള പദ്ധതികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ നേരിടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് തന്നെ ആയാലും ശരി, ആഫ്രിക്കയിൽ റിസോഴ്സ് ഉണ്ട്, ഓയിലിന്റെ ആയാലും ഗ്യാസിന്റെ ആയാലും വൻതോതിലുള്ള നിക്ഷേപങ്ങളുണ്ട്. പക്ഷേ അവയെ എക്സ്പ്ലോർ ചെയ്ത് പുറത്തുകൊണ്ടുവന്ന് വാണിജ്യവൽക്കരിക്കുക എന്നുള്ളത് വളരെ പിന്നെ ഒരു എന്താണ് ചലഞ്ചാണ്, ഒരു വെല്ലുവിളിയാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ രാജ്യങ്ങളെല്ലാം തന്നെ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഫ്രിക്കയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിൽ യുദ്ധങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടും ഭാവിയിലും യുദ്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ടും ഈ പറഞ്ഞ എനർജി റൂട്ട് ഡിസ്റപ്റ്റ് ആകാനുള്ള സാധ്യതയുള്ളതുകൊണ്ടും സപ്ലൈ ചെയിൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ എനർജി സപ്ലൈ ചെയിൻസ് പിന്നെ അട്ടിമറിക്കാൻ, എന്താ അതിന് ഈ പ്രതിസന്ധി നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ടും തീർച്ചയായിട്ടും പുതിയ ഇടങ്ങൾ തേടി പോവുകയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, യൂറോപ്പിലെ രാജ്യങ്ങൾ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ടോപ്പിക്കുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ